അസ്സലാമലൈക്കും. കേട്ടോ, പള്ളിയുടെ മിനാരാണ് അവിടെ കാണുന്നത്. അപ്പോഴത്തെ അമ്പലത്തിൻ്റെ ശരിക്ക് കാണുന്നില്ല. അവിടുന്ന് ഈ ചെടിയുള്ള കാരണം കാണാത്തത്. ഇനി അതിനോട് ചേർന്ന് തന്നെയില്ല ചർച്ചാണ്. ഇതാണ് വാളയം ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത്. ഇതിൻ്റെ മോഡലിലേക്ക് ഞാൻ കാണിച്ചത് എത്തൂല, അത്രത്തോളം പൊക്കത്തിലേക്കുണ്ട്. ഇതെന്താ ഒരു ചർച്ച്. ഇനി ഇതിൻ്റെ മുമ്പിലാണ് സ്റ്റേഡിയം. ഉണ്ടോ, സ്റ്റേഡിയത്തിൻ്റെ അവിടെ ഇതെല്ലാം കാണാം. ഇനി ഇതിൻ്റെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. മറ്റേ ഇതുണ്ടല്ലോ, നമ്മളെ പള്ളിയും പാളയം പള്ളിയും അമ്പലവും ഇത് കണ്ടതാ ഇറങ്ങണോടത്ത്. അപ്പം മൂന്നെണ്ണം ഒരുമിച്ചുള്ള സ്ഥലം. പള്ളിയും അതുകൊണ്ട് അവിടെ. ഇവിടെ ചർച്ചുണ്ട്. വേണ്ട, പ്രാർത്ഥിക്കാൻ ആൾക്കാരുണ്ട്. ഇങ്ങനെയല്ലേ മക്കളെ വേണ്ടത്, ഇതല്ലേ ചെയ്യേണ്ടത്. എനിക്ക് നല്ല ഇഷ്ടമായി ഇത് പാളയം ജംഗ്ഷനാണ് കേട്ടോ. ഇവിടെ നമുക്കിതാ ചർച്ചിൽ കയറി പ്രാർത്ഥിക്കാം. അവിടെയുണ്ട്, അതിൽ പ്രാർത്ഥിക്കാം. പള്ളിയിൽ, പാളയം പള്ളിയിൽ പ്രാർത്ഥിക്കാം, അമ്പലത്തിൽ പ്രാർത്ഥിക്കാം. എല്ലാവർക്കും സൗകര്യപ്രദമായ. പിന്നെ അതാ സ്റ്റേഡിയം. കളിക്കൊക്കെ വരുന്നവർക്ക് ആർക്കാണ് എവിടെയാണ് പോകേണ്ടതെങ്കിൽ അവിടെ പോവാം. പള്ളിയിൽ പോകണവർക്ക് അവിടെ പോവാം, അമ്പലത്തിൽ പോകണവർക്ക് അവിടെ പോവാം, ചർച്ചിൽ പോകണവർക്ക് അവിടെ പോവാം. യേശു ക്രിസ്തു നിൽക്കുന്നുണ്ട്, കാണില്ലേ? വെയിലാണ് മക്കളെ, ഭയങ്കര വെയിൽ. ഇത്രയും സ്ഥാപനങ്ങളും ഇത്രയും നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മളെ യൂട്യൂബേഴ്സ് പരസ്പരം ചെളിവാരി എറിയുന്നു. ഇതൊക്കെ നല്ല മെസ്സേജ്. ഇതൊക്കെ കാണിച്ചു കൊടുക്കേണ്ടത് ജനങ്ങൾക്ക്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ശരിയിട്ടില്ലേ? അസ്സലാമു അലൈക്കും. ഞങ്ങളിനി വേറെ സ്ഥലത്തേക്ക് പോവാം.